ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഏതാ പാഠം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഗാനം കേട്ട നേരം അല്ലേ? ഗാനം കേട്ട നേരം എന്നുള്ള കവിത ആരെഴുതിയത്? ചെറുശ്ശേരിയാണ്. കൃഷ്ണഗാഥയെന്ന് എടുത്തിട്ടുള്ളതാണ്. എന്താ കൃഷ്ണഗാഥ, അത് ഐതിഹ്യം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമ്മൾ ഏതുവരെ എടുത്തു നിർത്തിയിട്ടുണ്ടായിരുന്നത്? കൃഷ്ണൻ്റെ വേണുഗാനം കേട്ടിട്ട് വൃന്ദാവനത്തിലെ ജീവജാലങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത് അല്ലേ? അതിൽ ഷഡ്പദമാലകളെക്കുറിച്ച് പഠിച്ചു. മണ്ടിൻ കൂട്ടങ്ങൾക്ക് എന്താ മാറ്റം ഉണ്ടാകുന്ന പഠിച്ചു. കോകിലജാലങ്ങൾക്ക് എന്താ ഉണ്ടാകുന്നതെന്ന് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? കേകീനിരകളെ കുറിച്ചിട്ടാണ്. കേകി എന്ന് പറഞ്ഞാൽ ആരാ? മയിൽ അല്ലേ? മയിലിൻ്റെ പ്രത്യേകത എന്താ? മയിലിന് മനോഹരമായ പീലി അല്ലേ? അത് നമുക്ക് മയിലെന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരിക മയിലിൻ്റെ മയിൽപ്പീലിയാണ് അല്ലേ? മയിലിൻ്റെ ഭംഗിയുള്ള അതിൻ്റെ കളറും അല്ലേ? വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ പാട്ട് കേട്ട് കേകിനിരകൾ എന്തൊക്കെയാണ് ചെയ്തത്, എന്താണ് കേകിനിരകൾക്കുണ്ടായ മാറ്റങ്ങൾ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കിക്കോളൂ. കേകിനിരകളും വേഗത്തിൽ ചെന്നിട്ടു കൂകിക്കുഴഞ്ഞൊരു കണ്ഠവുമായി നീലത്തഴയായ പീലിപ്പൂറം തന്നെ ചാലപ്പരത്തി വീരിച്ചു ചെമ്മേ പാടിത്തുടങ്ങുമ്പോൾ നീടുറ്റ താളത്തിൽ ആടിത്തുടങ്ങിയതു മെല്ലെ മെല്ലെ. പറഞ്ഞെന്താ? കേകീനിരകൾ കൃഷ്ണൻ്റെ മനോഹരമായിട്ടുള്ള ആ വേണുഗാനം കേട്ടിട്ട് കൂകിക്കുഴഞ്ഞൊരു കണ്ഠവുമായി അവരിങ്ങനെ കൂകി ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കുള്ളൂ മയിലുകൾ. ആ കണ്ഠവും അതോട് കൂടിയിട്ട് കൃഷ്ണൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു? കൃഷ്ണൻ്റെ സാധാരണ മയിലുകൾ എപ്പോഴാണ് പീലി വിടർത്തുക? മഴക്കാർ കാണുമ്പോൾ, മഴ വരാറാവുമ്പോഴാണ് അവർക്ക് സന്തോഷം വരിക. അപ്പോഴാണ് അവർ പീലി വിടർത്തി ഇങ്ങനെ നൃത്തം ചെയ്യുക. ഇവിടെ മഴക്കാർ കണ്ടിട്ടല്ല അവർക്ക് സന്തോഷം വന്നത്. എന്ത് കേട്ടിട്ടാണ്? കൃഷ്ണൻ്റെ ആ മധുരമായിട്ടുള്ള വേണുഗാനം കേട്ടിട്ടാണ് എന്ത് ചെയ്തത്? നീലത്തഴയായ പീലിപ്പുറം തന്നെ ചാലപ്പരത്തി വിരിച്ചു ചെമ്മേന്ന്. എന്താ? അവരുടെ നീല നിറത്തിലുള്ള ആ ഭംഗിയുള്ള ആ മയിൽപ്പീലി ഇങ്ങനെ വിടർത്തി നിന്ന് അവരെന്ത് ചെയ്തു? നിന്ന് കൃഷ്ണനെ പാടിത്തുടങ്ങുമ്പോൾ നീടുറ്റ താളത്തിൽ ആടിത്തുടങ്ങിയതു മെല്ലെ മെല്ലെ. അവർ ഭംഗിയുള്ള ആ മയിൽപ്പീലി അങ്ങോട്ട് വിടർത്തിയിട്ട് കൃഷ്ണൻ്റെ ആ പാട്ടിനനുസരിച്ച് മെല്ലെ മെല്ലെ ഇങ്ങനെ ആ താളത്തിൽ ഇങ്ങനെ ആടാൻ തുടങ്ങി. ആര്? മയിലുകൾ. അതാണ് മയിലുകൾക്കുണ്ടായ മാറ്റം. പിന്നെ നോക്കൂ, ഇതിനടുത്തത് എന്താ? പുണ്യതമങ്ങളായുള്ള മരങ്ങളും കണ്ണൻ കൂഴൽ വിളി കേട്ട നേരം തേനുറ്റു വീഴുന്ന പൂക്കൾ ചോരിഞ്ഞുടൻ മാനിച്ചു കൊമ്പെല്ലാം താഴ്ത്തി നിന്നു. അത് കഴിഞ്ഞ് മയിലിനെ പഠിച്ച് പറഞ്ഞു, കുയിലിനെ പറഞ്ഞു, ഷഡ്പദമാലകളെ കുറിച്ച് പറഞ്ഞു. ഇനി മരങ്ങളെ കുറിച്ചിട്ടാണ്. മരങ്ങൾക്കുണ്ടായ ചില മാറ്റങ്ങളൊക്കെ. ഇത് പുണ്യം ചെയ്തിട്ടുള്ള മരങ്ങളാണ് അവരൊക്കെ അല്ലേ? വൃന്ദാവനത്തിലെ കൃഷ്ണൻ ആ മരത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ ഇരിക്കുന്നത്. ആ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ കൃഷ്ണൻ്റെ വേണുഗാനം കേട്ടിട്ട് മരങ്ങൾ പോലും എന്ത് ചെയ്തു? പുണ്യതമങ്ങളായിട്ടുള്ള മരങ്ങൾ കണ്ണൻ്റെ കുഴൽവിളി ഇങ്ങനെ കേട്ടപ്പോൾ എന്ത് ചെയ്തു? തേനുറ്റു വീഴുന്ന പൂക്കൾ ചൊരിഞ്ഞുടൻ മാനിച്ചു കൊമ്പെല്ലാം താഴ്ത്തി നിന്നു. കൃഷ്ണൻ്റെ ആ ഗാനം കേട്ടപ്പോൾ അവർ മരത്തിലൊക്കെ എന്തുണ്ട്? നിറച്ചിങ്ങനെ തേൻ കിനിഞ്ഞിങ്ങനെ എറ്റി വീഴുന്ന പൂക്കളുണ്ട് ആ മരങ്ങളിലെല്ലാം. ആ മരങ്ങൾ എന്ത് ചെയ്തു? ആ പൂക്കളെല്ലാം കൃഷ്ണൻ്റെ മേലത്തേക്ക് ഇങ്ങനെ പുഷ്പവർഷം എന്നൊക്കെ അറിയില്ലേ, പൂമഴ, അതുപോലെ ഇങ്ങനെ പൂവെല്ലാം കൃഷ്ണൻ്റെ അരികിലേക്ക് ഇങ്ങനെ കൊഴിച്ച് ആ കൊമ്പെല്ലാം കൃഷ്ണന് വളരെ ബഹുമാനത്തോടു കൂടി, ആദരവോടുകൂടി കൃഷ്ണൻ്റെ അവരുടെ കൊമ്പെല്ലാം ഇങ്ങനെ താഴ്ത്തി കൃഷ്ണൻ്റെ മുമ്പിൽ ഇങ്ങനെ മാനിച്ച് ബഹുമാനത്തോടു കൂട്ടിയിട്ട് ആര് നിന്നു? മരങ്ങളെല്ലാം നിന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി എടുക്കാം. മാൻപേഴുന്ന ചില മാൻപേടകളെല്ലാം ചാമ്പിമയങ്ങിന കണ്ണീഴിയും ഒട്ടൊട്ടു ചിമ്മിക്കൊണ്ടിഷ്ടത്തിലമ്പൂടു വട്ടത്തിൽ മേവിതേ പെട്ടെന്നപ്പോൾ. അത് കഴിഞ്ഞ് മാൻപേടകളാണ്. നമ്മൾ കവികളൊക്കെ പണ്ട് പറഞ്ഞിട്ട് സുന്ദരിമാൻ്റെ കണ്ണുകൾ മാൻപേടകളുടെ പോലെ കണ്ണുകളാണ്, മാൻപേടയുടെ പോലെയുള്ള മിഴിയാണ് എന്നൊക്കെ നമ്മൾ കവിതയിലൊക്കെ വർണ്ണിക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ കണ്ണുകൾക്ക് എന്താ? പാതിങ്ങനെ അടഞ്ഞിട്ടുള്ള കണ്ണുകളാണ്. വളരെ സുന്ദരമായിട്ടുള്ള കണ്ണുകളാണ് ആരുടെ? മാനുകളുടെ അല്ലേ? അങ്ങനെ പാതിങ്ങനെ തുറന്നിട്ട് പാതിങ്ങനെ അടച്ചു പിടിച്ചിട്ടുള്ള കണ്ണുകളാണ്. ആ പാതി വിഴിഞ്ഞിട്ടുള്ള ആ കണ്ണുകളോട് കൂടിയിട്ട് ഈ മാൻപേടകൾ എന്ത് ചെയ്തു? ഒട്ടൊട്ടു ചിമ്മിക്കൊണ്ട് ഇഷ്ടത്തിലമ്പോൾ ആ കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിമ്മുന്നുണ്ട്.
ചിമ്മ തന്നെ തുറക്കടയ്ക്കുക ഇങ്ങനെ ചെയ്യില്ലേ. ഒട്ടൊട്ടും ഇങ്ങനെ ചിമ്മിക്കൊണ്ട് ഈ മാൻപേടകൾ എന്ത് ചെയ്തു, വട്ടത്തിലെ കൃഷ്ണൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് നിന്നു. ആര്? മാൻപേടകൾ. അപ്പോൾ ഇതുവരെ ഇന്ന് എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ നോട്ട്സെല്ലാം എഴുതിയെടുക്കണം. പിന്നെ നമുക്ക് പറയാനുള്ളത് ആർട്ട് ഇൻ്റഗ്രേഷനെ കുറിച്ചിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ചെയ്യുക. A4 ഷീറ്റിലൊക്കെ എടുത്ത് നന്നായിട്ട് വരച്ച് ഭംഗിയിൽ ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.